കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം മുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ ഒരു വിഷയം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ദൈവഭക്തനായി ജീവിച്ച് മരിക്കുന്ന ഒരു ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാശയെ വർണ്ണിക്കുന്ന അല്ലെങ്കിൽ പ്രത്യാശയെ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പം നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ, ഒരു മനുഷ്യൻ ഇവിടെ ഉലകത്തിൽ ജീവിച്ച് ദൈവഭക്തനായിട്ട് ജീവിച്ച് മരിക്കുന്ന ഒരു ദൈവപൈതൽ മണ്ണിനോട് ചാരത്തിന് ചാരത്തോട് അങ്ങനെ സ്തോത്രം പൊടിയിലേക്ക് അത് ചേരുകയാണ് അല്ലേ. ഇന്ന് നമ്മൾ ക്രിസ്തീയ ശവമടക്ക ശുശ്രൂഷകളിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് അതിൻ്റെ അവസാനത്തെ സമയത്ത് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ്. അന്ന് മരിക്കുന്ന അല്ലെങ്കിൽ ആ നിദ്ര കൊണ്ട വ്യക്തിയെ മണ്ണിനോടും ചാരത്തിന് ചാര പൂഴിക്ക് പൂഴിയായിട്ടൊക്കെ സമർപ്പിക്കുന്നത് പറയുന്ന ചില പ്രയോഗങ്ങൾ ഉണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും ചിലർ നിത്യനിന്ദയ്ക്കുമായിട്ട് ഉണരും. അതിൻ്റെ അർത്ഥം പ്രൈസല്ല, നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന് യേശു കർത്താവെന്ന ലോകത്തിൻ്റെ രക്ഷിതാവിനെ നമ്മുടെ രാജാവായി നമ്മുടെ കർത്താവായി നമ്മൾ അംഗീകരിച്ചത് ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പ്രാപിക്കാൻ വേണ്ടിയല്ല. ഇവിടുത്തെ വണ്ടിയോ വീടോ കാറോ ഇല്ലെങ്കിൽ സ്തോത്രം മറ്റേതെങ്കിലും ഭൗതിക നന്മകളോ ഒന്നും പ്രാപിക്കാൻ വേണ്ടിയല്ല നമ്മൾ യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചത്. പിന്നെ എന്തിനാണ്? നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുന്നതാണത്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറുന്നതിന് വേണ്ടിയാണ്. ഒരാൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് രക്ഷ ഏറ്റുപറയണം. അത് രക്ഷയുടെ ആദ്യത്തെ ഘട്ടമാണ്. രണ്ടാമത്തെ ഒരു ഭാഗം വിശുദ്ധീകരണം എന്ന ഒരു നീണ്ട സ്തോത്രം ടൈമിൽ കിടക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതാണ് വിശുദ്ധീകരണം. അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നൊരു പറയുന്ന ഭാഗമുണ്ട്. 3, രക്ഷിക്കപ്പെടും. എപ്പോഴാണ്? ഒന്ന്, നമ്മൾ ജീവനോട് ഇരിക്കുന്ന നാം കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷതയിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് അവനോടൊപ്പം സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെടും. ഇല്ല എങ്കിൽ, മരിച്ചു എങ്കിൽ സ്തോത്ര കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രൈസല സ്തോത്ര കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം ഇടയാകും. ഇത് സംഭവിക്കണമെങ്കിൽ ഒരാൾ 1, രക്ഷിക്കപ്പെട്ട് 2, സ്നാനപ്പെട്ട് 3, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് 4, വിശുദ്ധിയോടെ കർത്താവിൻ്റെ വരവ് വരെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നടന്നാൽ മാത്രമേ ഈ ഒരു തലത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. എന്നുവെന്നാൽ ചിലർ ജീവനായിട്ട് എഴുന്നേൽക്കുമെന്ന് പറയുന്നു, ചിലർ നിത്യ ലജ്ജയ്ക്കായിട്ട് എഴുന്നേൽക്കുമെന്ന് പറയുന്നു. എന്തുവൻ്റെ അർത്ഥം? സ്തോത്രം പലരും ഉണർന്നു വരുമ്പോൾ നരകത്തിലേക്ക് സ്തോത്രമില്ലെങ്കിൽ പ്രൈസല നിത്യ നരകത്തിലേക്ക് പോകുന്ന ഒരു ഭാഗം വരും. അതാണ് നിത്യ ലജ്ജയ്ക്കായിട്ടും നിത്യ നിന്ദയ്ക്കുമായിട്ട് ഉണരുന്ന ഒരു ഭാഗം. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളെ, നമ്മൾ ഈ ലോകത്തിൽ അധ്വാനിച്ചത്, പാടിയത്, പ്രാർത്ഥിച്ചത്, ആരാധിച്ചത് ഒന്നും പ്രൈസല സ്തോത്രം വൃഥാവാകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ദൈവഭക്തിയോടെ ജീവിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. എന്നാൽ മാത്രമേ നിത്യജീവനായിട്ട് നമ്മൾ ഉണർന്നു വരും. പ്രൈസല സ്തോത്രം. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ താല്പര്യപ്പെടേണ്ടത്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരുന്നാട്ട് മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.